ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 161 എപ്പിസോഡ്. പരിശുദ്ധ മറിയമേ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ. മരിയസ്തുതിയുടെ രണ്ടാമത്തെ ഭാഗം. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ. ഈ തമ്പുരാന്റെ അമ്മ എന്നുള്ളത് എലിസബത്തിന്റെ വായിൽ നിന്ന് വന്ന തിരുവചനം ഉപയോഗിച്ചിട്ടാണ് ഈ മരിയസ്തുതിയുടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയുടെ അതിന്റെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വന്നു. ഇതെങ്ങനെ? എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വന്നു, ഇതെങ്ങനെ? ലൂക്കാസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 42-43 വചനങ്ങള്. നമുക്കറിയാം, എന്റെ കർത്താവിന്റെ അമ്മ യാഹ്വേ അഥവാ അദോണായി എന്ന ഹീബ്രുവിലുള്ള ദൈവനാമത്തെ സെപ്തജിന്റ് ഗ്രീക്ക് പരിഭാഷയിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് ക്യൂരിയോസ് എന്നാണ്. ക്യൂരിയോസ് ആ വാക്കാണ് ആദ്യകാല മലയാളത്തില് നമ്മള് തമ്പുരാൻ എന്ന് തർജ്ജമ ചെയ്തത്. യാഹ്വേ അല്ലെങ്കിൽ അദോണായി എന്ന് ഹീബ്രു, അത് ഗ്രീക്കില് ക്യൂരിയോസ്. നമ്മള് ദ്രാവിഡ ഭാഷയായിരുന്നു മുമ്പ് നമുക്ക് കൂടുതൽ പരിചയം. അപ്പൊ തമ്പുരാൻ എന്നാണ് പറഞ്ഞിരുന്നത്, തമ്പുരാൻ. അപ്പൊ തമ്പുരാന്റെ അമ്മേ. ഈ പ്രാർത്ഥന തന്നെ വളരെ, ഈ മരിയസ്തുതി, നമ്മൾ ചൊല്ലുന്ന മരിയസ്തുതി കർത്താവിന്റെ അമ്മ എന്ന് അതിന് പകരം നമ്മൾ തമ്പുരാന്റെ അമ്മ എന്നാണ് പറയണേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ. തമ്പുരാൻ എന്നുള്ളതൊരു ഒരു ദ്രാവിഡ വാക്കാണ്. ആ പ്രാർത്ഥന അത്രമാത്രം പ്രാചീനമുള്ളതാണെന്ന് തെളിയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈശോ എന്നാണ് നമ്മളെ പ്രാർത്ഥന ഉപയോഗിക്കുന്നത്. അത് സുറിയാനി കത്തോലിക്കൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഈശോ. അപ്പൊ ഈ പ്രാർത്ഥന രൂപപ്പെടുത്തിയത്, മലയാളത്തിൽ രൂപപ്പെടുത്തിയത് ഒരു പൗരത്വ സുറിയാനിയിൽപ്പെട്ട ആളാണ് എന്ന് ഞാൻ പറയുണ്ടായി. അതുപോലെ തന്നെ തമ്പുരാൻ എന്ന വാക്ക്, തമ്പുരാന്റെ അമ്മ എന്നുള്ളത് ദ്രാവിഡ ഭാഷയായതുകൊണ്ട് തന്നെ വളരെ പ്രാചീനമായ ഒരു പ്രാർത്ഥനയാണിതെന്ന് തെളിയാണ്. ദ്രാവിഡ ധാതുവിൽ നിന്ന് തമിഴിലും, പിന്നെ തമിഴും ദ്രാവിഡും ചേർന്നിട്ട് മലയാളത്തിലും ഒക്കെ ഈ വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. തമ്പുരാൻ. തം എന്ന വാക്ക്, തം സ്വന്തം എന്നാണ് അർത്ഥം. തം എന്ന് പറഞ്ഞാൽ തം സ്വന്തം, അവരുടെ സ്വന്തം എന്നാണ് ശരിക്ക്, അവരുടെ സ്വന്തം. പിരാൻ എന്നതിന് കർത്താവ്, ദൈവം, നാഥൻ, രാജാവ് എന്നൊക്കെ അർത്ഥമുണ്ട്. തൻ പിരാൻ ആണ് തമ്പുരാനായത്. തം പിരാൻ, തം പ്ലസ് പിരാൻ. അപ്പോ തൻ പിരാൻ, അത് പറഞ്ഞ് തമ്പുരാൻ ആയി. അവരുടെ സ്വന്തം കർത്താവ് എന്നോ ഞങ്ങളുടെ സ്വന്തം കർത്താവ് എന്നോ അതിനർത്ഥം. പിരാൻ എന്നതിന് കർത്താവ്, ദൈവം, നാഥൻ, രാജാവ് അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ തമ്പുരാൻ എന്നതിന് അവരുടെ സ്വന്തം കർത്താവ് എന്നോ ഞങ്ങളുടെ സ്വന്തം ദൈവം എന്നോ ഞങ്ങളുടെ സ്വന്തം നാഥൻ എന്നോ ഒക്കെ തമ്പുരാൻ അർത്ഥം. പെരിയ പുരാണം തുടങ്ങിയ പ്രാചീന തമിഴ് കൃതികളിലെ പരമാധികാരിയായ ദൈവത്തെ ചിഹ്നപ്പെടുത്തുന്ന വാക്കാണ് തമ്പുരാൻ. ഈ പ്രാചീന തമിഴ് കൃതികൾ പരമാധികാരിയായ ദൈവത്തെ അത് അവതരിപ്പിക്കുന്നത് തമ്പുരാൻ, തൻപിരാൻ, അതാണ് തമ്പുരാൻ. സ്രഷ്ടാവായ ദൈവത്തെ പടച്ച തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. സ്രഷ്ടാവായ ദൈവത്തെ പടച്ച തമ്പുരാൻ, അതായത് സൃഷ്ടികർമ്മം നടത്തിയ പരമാധികാരിയായ ദൈവം എന്ന അർത്ഥം. പക്ഷെ പിന്നീട് ഈ വാക്കുകള് പ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും വിശേഷിപ്പിക്കാൻ തുടങ്ങി. നാട്ടുരാജ്യങ്ങളുടെ സമയത്ത് ദൈവത്തിന്റെ പ്രതിനിധികളായി കരുതപ്പെട്ട രാജാക്കന്മാരെ തമ്പുരാക്കന്മാർ എന്ന് വിളിക്കാൻ തുടങ്ങി. ശക്തൻ തമ്പുരാൻ. രാജാക്കന്മാരെ തമ്പുരാൻ, അതായത് ദൈവത്തിന്റെ പ്രതിനിധികളാണെന്ന് കണക്കാക്കിയിട്ട് രാജാക്കന്മാരെ തമ്പുരാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അതിന് സ്ത്രീലിംഗമാണ് തമ്പുരാട്ടി, റാണി, രാജ്ഞി, പ്രഭു കുടുംബത്തിലെ നാഥ എന്നൊക്കെ അർത്ഥം. ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ടപ്പോഴ് കീഴാള ജാതിക്കാരെ, മേലാള ജാതിക്കാരെ തമ്പുരാനാണ് തമ്പ്രാനായി. തമ്പ്രാൻ. കേരളത്തിലെ തുളു ബ്രാഹ്മണരുടെ ഇടയിൽ അത് എംബ്രാനായി. എംബ്രാന്തിരി ഒക്കെയായി. അപ്പോൾ തമ്പ്രാൻ, തമ്പ്ര, ഓംബ്ര എന്നൊക്കെ പിന്നെ പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ അത് പിന്നെ കുറച്ചും കൂടിയും തമ്പ്രാണ് ഓംബ്രയായിട്ട് മാറിയത്. ഈ സമൂഹ മാധ്യമങ്ങളും പിന്നെ ചില ചലനചിത്രങ്ങളൊക്കെ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ട് വന്ന ചലനചിത്രങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എൻ പുരാൻ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. എൻ പിരാനാണ് എംപുരാൻ, എന്റെ കർത്താവ്. എംപുരാൻ എന്നതിന് തമ്പുരാൻ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം കർത്താവ് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം കർത്താവ്. എൻ പുരാൻ എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവ്.
അതിപ്പോ ഈ സിനിമയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എമ്പുരാൻ സിനിമയൊക്കെ വന്നപ്പോൾ ആ വാക്കിന് വലിയ ലോകപ്രിയതയുണ്ടായി. പിന്നെ പുതിയൊരു വ്യാഖ്യാനം ഈ തിരക്കഥാകൃത്ത്, അദ്ദേഹത്തിന്റെ പേര് മുരളി ഗോപി അല്ലേ, അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. രാജാവിനേക്കാൾ ഉയർന്നവനും ദൈവത്തെക്കാൾ താഴ്ന്നവനുമായ ഒരാളാണ് എൻപുരാൻ എന്ന്. അത് അദ്ദേഹം നൽകിയൊരു വ്യാഖ്യാന. എൻപുരാൻ എന്നതിന് എന്റെ കർത്താവ് എന്നാണ് അർത്ഥം. എൻപുരാൻ എന്നതിന് എന്റെ കർത്താവ് എന്നാണ് അർത്ഥം. ഗ്രീക്കില് ക്യൂരിയോസ് എന്നാണ് പറഞ്ഞല്ലോ, ക്യൂറോസ് എന്നാണ് അതിന്റെ ധാതു. ക്യൂറോസ് എന്നതിന് പരമാധികാരം എന്നാണ് അർത്ഥം. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്യൂരിയോസിന് പരമാധികാരി. പ്രാചീന കാലത്ത് അത് ഉപയോഗിച്ചിരുന്നു. യജമാനൻ, ഉടമസ്ഥൻ, വീട്ടുടമസ്ഥൻ, ഭരണാധികാരിക്കൊക്കെ വാക്ക് ഉപയോഗിച്ചിരുന്നു. ഹീബ്രു ബൈബിളിലെ യാഹ്വേ ദൈവനാമമാണ്. യാഹ്വേ ആ ദൈവനാമത്തെ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ സെപ്റ്റുജിന്റ് പരിഭാഷകര് അത് ക്യൂരിയോസ് എന്ന് ഉപയോഗിച്ചു. ക്യൂറോസ് എന്ന പരമാധികാരം എന്ന വാക്കിൽ നിന്ന് വരുന്ന ക്യൂരിയോസ്, യജമാനൻ, ഉടമസ്ഥൻ, വീട്ടുടമസ്ഥൻ, ഭരണാധികാരി എന്നുള്ള വാക്കുകൾക്ക് അപ്പോൾ പുതിയൊരർത്ഥം വന്നു. എന്താണ്? ദൈവം, സ്രഷ്ടാവായ ദൈവം. അവൻ ഉടമ്പടിയുണ്ടാക്കി. ആരുമായി? ഇസ്രായേലിനുമായി. അവൻ എന്നിട്ട് ആ ഉടമ്പടിയുടെ ഒരു ഭാഗമായിട്ട് തന്റെ നാമം വെളിപ്പെടുത്തി അവർക്ക് യാഹ്വേ എന്നാണെന്ന്. അപ്പോൾ ആ യാഹ്വേ എന്ന നാമത്തിന്റെ അർത്ഥം ഞാനായിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഞാനായിരിക്കും നിനക്ക് വേണ്ടിയാണ്. അതാണ് യാഹ്വേ എന്ന വാക്കിന്റെ ഏറ്റവും നല്ല അർത്ഥം. തർജ്ജമ ഞാനാണ് എന്നതിനേക്കാൾ ഞാനായിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണെന്നാണ് ശരിക്കും അതിന്റെ കുറച്ചും കൂടി നല്ല തർജ്ജമ. അപ്പോൾ സ്രഷ്ടാവായ തമ്പുരാൻ, പടച്ച തമ്പുരാൻ ഇസ്രായേലിനുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ട് അവർക്ക് വേണ്ടിയായിരിക്കുന്ന ദൈവമാണ്. ഞാനായിരിക്കുന്നത്, ഞാൻ ദൈവമായിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വെളിപ്പെടുത്തിയത് ഈ യാഹ്വേ എന്ന നാമത്തിലൂടെയാണ്. അതിന് ചേർന്ന വാക്ക് ഈ ക്യൂരിയോസ് എന്നാണെന്ന്. അതായത് യജമാനനും ഉടമസ്ഥനും വീട്ടുടമസ്ഥനും ഭരണാധികാരിയുമായ ദൈവം, അവൻ ദൈവമായിരിക്കുന്നത് ആരുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയോ ആ ദൈവജനത്തിന് വേണ്ടിയാണ്. അതിനാണ് യാഹ്വേ എന്ന നാമം കൊടുത്തത്. അപ്പോൾ ഇവർ ക്യൂരിയോസ് എന്ന വാക്കുകൊണ്ട് അതിനെ തർജ്ജമ ചെയ്തു. പഴയ സെപ്റ്റുജിന്റ് ബൈബിളിൽ 7000 പ്രാവശ്യമാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. 7000 പ്രാവശ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അപ്പം എന്ന വാക്ക് പോലും 1000-ലധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. 7000 പ്രാവശ്യമാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സെപ്റ്റുജിന്റില്. പുതിയ നിയമത്തില് ദൈവപിതാവിനെ സൂചിപ്പിക്കാനും പുത്രനമ്പനാനെ സൂചിപ്പിക്കാനുമായിട്ട് പുതിയ നിയമം ഈ വാക്ക് ക്യൂരിയോസ് എന്ന വാക്ക് 740 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ 7000 പ്രാവശ്യം ദൈവപിതാവിനെ ഉദ്ദേശിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപൂർവം ചില സ്ഥലത്ത് അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവപിതാവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ക്യൂരിയോസ്. ആ വാക്ക് 7000 പ്രാവശ്യം പഴയ നിയമത്തിൽ ഉപയോഗിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവപിതാവിനെ സൂചിപ്പിക്കാനും പുത്രനമ്പനെ സൂചിപ്പിക്കാനും 740 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ തമ്പുരാന്റെ അമ്മ എന്നുള്ള ഉപയോഗിച്ചതിന്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇപ്പൊ നമ്മൾ കർത്താവ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ദ്രാവിഡ ഭാഷ ഉപയോഗിക്കുമ്പോൾ സംസ്കൃതത്തിലേക്ക് പോയി കർത്താവ്. കർ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ചെയ്യുക. കർത്തൃ ചെയ്യുന്നവൻ, കർത്താവ് ചെയ്യുന്നവൻ, പ്രവൃത്തി ചെയ്യുന്നവൻ, സൃഷ്ടി ചെയ്യുന്നവൻ എന്നൊക്കെയാണ് അതിനർത്ഥം. എന്തെങ്കിലും ചെയ്യുന്നവൻ. അപ്പോ സ്രഷ്ടാവ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. കർത്തൃ, കർത്താവ്, സൃഷ്ടി ചെയ്യുന്നവൻ, പ്രവൃത്തി ചെയ്യുന്നവൻ, സൃഷ്ടിക്കുന്നവൻ. അപ്പോൾ ഉടമസ്ഥൻ, യജമാനൻ, സ്രഷ്ടാവ്, കാര്യനിർവാഹകൻ എന്നെല്ലാം ഈ കർത്താവ് എന്ന വാക്കിന് അർത്ഥം കിട്ടുകയാണ്. സൃഷ്ടി ചെയ്യുന്നവൻ, പ്രവൃത്തി ചെയ്യുന്നവൻ, സംരക്ഷിക്കുന്നവൻ, എന്തെങ്കിലും ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം കർത്താവ്. അപ്പോൾ പ്രവൃത്തി ചെയ്യുന്ന ആ ഉടമസ്ഥൻ, യജമാനൻ, അങ്ങനെ അർത്ഥത്തില്ല. അല്ല, സൃഷ്ടി ചെയ്യുന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഈ എന്തെങ്കിലും ചെയ്തിട്ട് തോന്നിയ പോലെ ചെയ്യുന്ന ഉദ്ദേശിച്ചിട്ടല്ല. ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നവൻ, സകല സംഗതികളെയും സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ഈ സൃഷ്ടികർമ്മം മുന്നോട്ട് കൊണ്ടുപോകുന്നവൻ, അങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കർത്താവ് എന്നതിന് ഇപ്പോൾ അതിന്റെ അർത്ഥം പരമാധികാരിയായ സൃഷ്ടാവ്, പരമാധികാരിയായ നാഥൻ, പരമാധികാരിയായ ദൈവം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്റെ കർത്താവിന്റെ അമ്മ, നമ്മൾ അതിന്റെ മറ്റു കാര്യങ്ങൾ പിന്നീട് ചിന്തിക്കാം. ഇപ്പൊ നമ്മൾ തമ്പുരാന്റെ അമ്മേ, എന്റെ കർത്താവിന്റെ അമ്മ എന്ന ആ വാക്ക്, എന്റെ കർത്താവിന്റെ അമ്മ എന്ന വാക്ക് നമ്മൾ മരിയസ്തുതിയിൽ തമ്പുരാന്റെ അമ്മ എന്നാണ് ഉപയോഗിക്കുന്നത്. തമ്പുരാൻ എന്ന വാക്കിന് അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തമ്പുരാൻ, ഞങ്ങളുടെ സ്വന്തം കർത്താവ്, ഞങ്ങളുടെ സ്വന്തം കർത്താവിന്റെ അമ്മ എന്നാണ്. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വന്നു, ഇത് എങ്ങനെയെന്നാണ് എലിസബത്ത് ചോദിച്ചത്. എന്റെ കർത്താവിന്റെ അമ്മ, നമ്മളത് ദ്രാവിഡ ഭാഷയിൽ പറയാണ് എന്റെ തമ്പുരാന്റെ അമ്മ, ഞങ്ങളുടെ സ്വന്തം കർത്താവിന്റെ അമ്മ,
ഞങ്ങളുടെ സ്വന്തം കർത്താവിന്റെ അമ്മ. മറ്റുള്ളവർ പറയുകയാണെങ്കിൽ അവരുടെ സ്വന്തം കർത്താവിന്റെ അമ്മ. അതാണ് മറിയത്തെ വിളിക്കുന്നത്. ഞങ്ങളുടെ ഇല്ലേ പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഞങ്ങളുടെ സ്വന്തം യജമാനന്റെ ഉടമസ്ഥന്റെ സ്രഷ്ടാവിന്റെ അമ്മയെന്നാണ്. തമ്പുരാൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ എത്രയും മനോഹരമായൊരു വാക്കാണ് ഈ തമ്പുരാന്റെ അമ്മ. ദ്രാവിഡ ഭാഷയില്, സംസ്കൃതത്തിൽ കർത്താവിന്റെ അമ്മ, ദ്രാവിഡ ഭാഷയില് തമ്പുരാന്റെ അമ്മ. അത് ക്യൂരിയോസ് എന്നാണ് ഗ്രീക്ക്, പഴയ നിയമത്തിൽ അദോണി എന്നാണൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് നമ്മൾ പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളതാണ്. പക്ഷെ തമ്പുരാന്റെ അമ്മ എന്നുള്ള ആ ഡയമെൻഷൻ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടില്ല. അത് നമ്മൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഈ പ്രാർത്ഥന, ഈ ജപമാല പ്രാർത്ഥന ഒരുപാട് പേര് ചൊല്ലുന്നുണ്ടല്ലോ. ഈ ചൊല്ലുമ്പോൾ ഈ പ്രാർത്ഥന അർത്ഥം കൂടി അറിയാൻ നമ്മൾ ശ്രമിക്കണം. ശ്രമിച്ചാൽ മാത്രം പോരാ, ഈ മറിയത്തെ സ്നേഹിക്കുന്ന സകലരോടും നിങ്ങളിത് പറയണം. തിരുവചന ജപമാല എന്ന പുസ്തകം നിങ്ങൾ പ്രചരിപ്പിക്കണം. തെയ്യത്തോക്സന്റെ വചനക്കൊന്താന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിരിക്കുന്ന ഒരു പ്രാർത്ഥനാ പുസ്തകമുണ്ട്. ഇത് പ്രചരിപ്പിക്കണം. അങ്ങനെ തിരുവചനത്തിൽ ആറാടി നിൽക്കുന്നതാണ് മരിയ ഭക്തി എന്ന് ലോകത്തോട് മുഴുവൻ പ്രഖ്യാപിക്കണം. നമ്മളോടും പ്രഖ്യാപിക്കണം, സഭയിൽ നിന്ന് വിട്ടുപോയവരും പ്രഖ്യാപിക്കണം, ലോകത്തോട് മുഴുവൻ പ്രഖ്യാപിക്കണം. അത് സുവിശേഷ പ്രഘോഷണമാണ്. കാരണം തിരുവചനത്തിലാണ് ഇതൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വന്നു. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് എലിസബത്ത് വിസ്മയത്തോടു കൂടി ചോദിച്ചതുപോലെ നമ്മൾ പറയാണ്, ഞങ്ങളുടെ കർത്താവിന്റെ അമ്മ, ഞങ്ങളുടെ തമ്പുരാന്റെ അമ്മ, ഞങ്ങളുടെ സ്വന്തം തമ്പുരാന്റെ അമ്മ. അതാണ് മറിയം. അത്രയും സ്നേഹത്തോടു കൂടി അവിടെ വിളിക്കാനും ആ സ്നേഹം മറ്റുള്ളവരോട് മുഴുവൻ പറയാനും നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.